ഏവർക്കും ലൈവ് ബഹ്റൈൻ്റെ പാട്ടും വർത്തമാനം എന്നുള്ള മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കണക്കുകൾ കൂട്ടുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്, മൊബൈൽ ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ ഇവയ്ക്ക് മുമ്പ് മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നൊരു കാലഘട്ടമുണ്ട്. അതിനു മുൻപ് BC കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യക്കാർ കണക്ക് കൂട്ടാൻ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മെത്തേഡുണ്ട്, മാനുവൽ കാൽക്കുലേറ്റിംഗ് മെത്തേഡ് എന്നറിയപ്പെടുന്ന അബാക്കസ്. ഇന്നത്തെ കാലഘട്ടത്തിലും അബാക്കസ് ഉപയോഗിക്കുന്നവരുണ്ട്. കുട്ടികളുടെ ബുദ്ധി വളർച്ചയ്ക്കും മൈൻഡ് കാൽക്കുലേഷനും ഊർജം പകരാൻ അബാക്കസ് വളരെ ഉപയോഗപ്രദമാണ്. അത്തരത്തിൽ അബാക്കസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ സ്വന്തം മെഹഫിൽ സുൽത്താൻ. ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം താരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷ പൊന്തൽ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂറ പൊരുൾ കസൂറ. വാട്ട് ഈസ് അബാക്കസ്? അബാക്കസ് വെച്ചാൽ നമ്മുടെ ചിൽഡ്രൻസിന്റെ മൈൻഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് അബാക്കസ് എന്ന് പറയുന്നത്. അബാക്കസിൽ നമുക്ക് ടൂളും പിന്നെ ഈ മാസ്റ്റർ കിഡ്സ് അബാക്കസിൽ നമുക്ക് ടൂളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവര് മാസ്റ്റർ കിഡ്സ് അബാക്കസിലാണോ പഠിക്കുന്നത്? മാസ്റ്റർ കിഡ്സ് അബാക്കസ് ഇന്ത്യയിൽ നമ്മൾ കണ്ണൂർ ഡിസ്ട്രിക്റ്റില് ഓൺലൈൻ രീതിയിൽ പഠിക്കുന്നതാണ്. ഓൺലൈൻ രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇവിടുന്ന് ക്ലാസ് എങ്ങനെ സബ്മിറ്റ് ചെയ്യല്? ഇവിടെ നമ്മൾ സൂം ID ടീച്ചർമാർ അവര് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ അനൗൺസ്മെന്റ് രീതിയിൽ ഗ്രൂപ്പിൽ നമ്മൾ ലിങ്ക് അയച്ചു തരും. അത് ലിങ്കിൽ നമ്മൾ അവരുടെ ഡേയ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ഡേയ്സ് 1 to 2 hours വരെ നമ്മൾ ക്ലാസ് അവർ നമ്മൾ നൽകി തരും. അവർ ക്ലാസ് എത്ര ദിവസം ഉണ്ടാവും? അതോ വീക്കിലി 2 ടൈം അല്ലെങ്കിൽ 1 ടൈം ഉണ്ടാവും. നമ്മളെ രീതിക്ക് അനുസരിച്ചിട്ട് അവർ ക്ലാസ് സെറ്റ് ചെയ്ത് മാസ്റ്റർ നാരായണക്കുട്ടി സാർ. ആ സാറാണ് അവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത്. ബാക്കി ടീച്ചറാണ്. നാട്ടിൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഈ അബാക്കസ് ഡിവൈസ് അവിടുന്ന് പ്രൊവൈഡ് ചെയ്താണ്? അബാക്കസ് ഡിവൈസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ആദ്യം ഇതിന്റെ ബുക്കും പിന്നെ ഇതിന്റെ സെറ്റും കൂടിയും നമ്മളൊരു പേജ് ഉണ്ട് അതിന്. എന്നിട്ട് അവർ അല്ലെങ്കിൽ അവർ കാർഗോ ചെയ്തു തരും, അല്ലെങ്കിൽ അവിടെ അറിയുന്ന ആൾക്കാർ നാട്ടിൽ തരുന്നുണ്ട്, അവർ കൊണ്ടു തന്നാലും മതി. നമ്മൾ ഇപ്പോൾ നോർമൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന, മൊബൈൽ ഉപയോഗിക്കുന്നവരാണ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരല്ല. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് നമ്മൾ കണക്ക് കൂട്ടുന്നതിനേക്കാളും എന്ത് ബെനിഫിറ്റ് ആണ് ഈ അബാക്കസ് കാൽക്കുലേഷനിൽ കിട്ടുന്നത്? ഈ അബാക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കാൽക്കുലേറ്ററിനെക്കാട്ടും എത്രയോ സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കാൽക്കുലേറ്റർ നമ്മൾ പ്ലസും ഇതെല്ലാം അടിച്ചുകൊടുക്കുന്നതിനെക്കാട്ടും നല്ല നമുക്ക് ടൈം നമുക്ക് അതിൽ സ്പെൻഡ് ചെയ്യാൻ കുറവായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ ഒരു നമ്പർ വായിക്കുമ്പോൾ ആ നമ്പർ ഇങ്ങനെ വായിച്ച് നമ്മൾ പോകും. അതിൽ മൈനസ് നമുക്ക് തിരിയാൻ വേണ്ടി ലെസ് എന്നൊരു നമ്പർ പറഞ്ഞാൽ നമ്മൾ അത് ലെസ് ചെയ്യണം. ഈ ഒരു അബാക്കസ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നേരം ബാക്കി എല്ലാ നമ്പറും ഇൻക്രീസ് ആയിട്ട് വായിച്ചു പോവുകയാണ്. എന്നാൽ നമ്മൾ അതിന്റെ ആൻസർ മൈൻഡിലും അറിയും, ഈ ടൂളും നമ്മൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര കാലമായിട്ട് പഠിക്കുന്നുണ്ട്? ഇപ്പൊ 7 years ആയി ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. 7 years എന്ന് പറയുമ്പോൾ എത്ര വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്? ഒരു എന്റെ ഒരു രീതിയിൽ വെച്ചൊക്കെ 6 yearsന്റെ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 7 years ആയിട്ട് പഠിക്കുന്നുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് അവരിപ്പോ ഞാൻ ഡെമോൺസ്ട്രേഷൻ അവിടെ കൊടുക്കുന്നുണ്ട് ഈ കോഴ്സ് കഴിഞ്ഞോണ്ട് കംപ്ലീറ്റ് ചെയ്തോണ്ട്. കാരണം നാട്ടിലൊന്നും അത്രക്ക് പ്രചാരത്തിലില്ലാത്തൊരു കോഴ്സാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് ഇതിനെ പറ്റി അറിയ പോലും ഇല്ല. നാട്ടില് ഇത് നമ്മളിപ്പോ കുറെ പേരോട് ചോദിച്ചാലും അവർക്ക് ഇതെന്താ നമുക്ക് അവർക്ക് തന്നെ തിരിയില്ല എന്നാണല്ല. ഇവിടെ എന്നാലും നമ്മൾ പഠിക്കുന്നതിന്റെ ഭയങ്കര എക്സ്പെൻസ് ആണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ വെച്ച് നോക്കാൻ ഭയങ്കര കോസ്റ്റ് കുറവാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഓർമ്മശക്തി കൂട്ടൽ, അതുപോലെ എല്ലാ സബ്ജക്റ്റും നമ്മൾ പഠിക്കുന്നതിന് വളരെ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. നമുക്കൊരു ട്രയൽ നോക്കാം. നമുക്ക് ഇതിനെ പറ്റി മറ്റുള്ളവർക്ക് അറിയണ്ടേ, ഇത് എന്താണ് മെത്തേഡ് എന്നുള്ളത്. നമുക്കൊരു ട്രയൽ നോക്കാം. ഓക്കെ, ഇങ്ങനെ മൈൻഡിൽ കാൽക്കുലേഷൻ ചെയ്യുകയാണോ അതോ അബാക്കസ് ഡിവൈസ് വെച്ചിട്ടുള്ള? അത് നമുക്ക് അബാക്കസ് വെച്ച് കുറച്ച് ചോദ്യം ചോദിക്കാം, നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള നമ്മളെ മൈൻഡ് ചെയ്ത് കാണിച്ചാൽ. ഓക്കെ, നിങ്ങൾക്ക് എത്രത്തോളം ഡിജിറ്റുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ച എത്ര ആണ് നമുക്ക് ചെയ്യാനാവും. ഇതിന് പ്രത്യേക ഒരു സമയ കാര്യങ്ങളൊന്നുമില്ല. 5 to 15 years വരെയാണ് ഇതിന്റെ മെയിൻ പഠിക്കേണ്ട ഒരു കോഴ്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഞാൻ ചെറുത് സ്റ്റാർട്ട് ചെയ്യാം, പിന്നീട് വലുത് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ അബാക്കസ് വെച്ച് അത് ചെയ്യാം. 5 + 3 3 8 + 7 2 6 8 + 3 7 9 + 6 4 9 + 7 35. വാവ്. അപ്പോൾ ഈ അബാക്കസ് ഡിവൈസ് ഇല്ലാതെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പറ്റുമല്ലോ. പക്ഷെ അബാക്കസിലാണ് നമ്മൾ ആദ്യം പഠിക്കുക, പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മൈൻഡിലോട്ടൊക്കെ ഈ ടൂള് കൊണ്ടുവരണം. കറന്റിൽ ആ ടൂൾ മൈൻഡിലുണ്ടോ? ടൂൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ ടൂൾ മൈൻഡിലുണ്ടാവും. അതവർ തരുന്നൊരു വാറന്റിയാണ് അവർ തരുന്നത്.
ആ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് ചെയ്യാലോ. ഓക്കെ. 254 874 less 124 401 765 2170. 2170 358 less 124 423 523 less 536 644. 644. അപ്പോൾ മെഹർജാൻ 2025 KMCCയുടെ പരിപാടിയായിരുന്നു. ഒരുപാട് സമ്മാനങ്ങൾ നേടിയത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തിനൊക്കെയാണ് സമ്മാനം കിട്ടിയെന്ന് അറിയാൻ പറ്റും? സമ്മാനം കിട്ടിയത് മാപ്പിളപ്പാട്ടിന് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് സോങ് സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു, ഡിബേറ്റ് ഇംഗ്ലീഷും മലയാളം ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു, പിന്നെ പോയം റൈറ്റിംഗ് തേർഡ് പ്രൈസ് ആയിരുന്നു ഇംഗ്ലീഷ്. എത്ര പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടെന്ന്? 5 പരിപാടിക്ക് പങ്കെടുത്ത് 5 എണ്ണത്തിന് പ്രൈസും കിട്ടി. സൂപ്പർ. പാട്ട് പാടും? പാട്ട് പാടും. ഒരു പാട്ട് പാടും. ഓക്കെ. സുഹ്റബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം താരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷ പൊന്തരുൾ ചന്തം മുന്തിന സുന്ദരി ചന്ദിര ശോഭി സൂറ പൊരുൾ കസൂറ അഹ്മദ് സുഗൈന്തി പുകൈന്ത വല്ലി മികൈന്ത പുകൈന്ത കന്നി പരൻ തന്നെ ബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ മെച്ചരുൾ ലക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സഗി അലി ഹോജ കരുൾ തരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹറ സുഹ്റബത്തുൽ സാക്കിയറാലിയ ഷജറുകൾ തരമാൽ സലാമിൻ്റെ സുഹൃതം താരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷ പൊന്തരൾ ചന്തം മുന്തിര സുന്ദരി ചന്ദിര ശോഭി സൂറ പൊരുൾ കസൂറ അഹമ്മദ് സുഗൈന്ത പുകൈന്ത വല്ലി മികൈന്ത പുകൈന്ത കന്നി പരൻ തന്നെ ബിക്കിമ്പം ഫാത്തിമത്ത് സുഹറ മെച്ചൊരു ലക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സഗി അലി ഹോജ കരുൾ തരുൾ ബുഷ്റ നബി തൻ പൊരുൾ മകൾ സുഹറ. ഉഷാറായിട്ടുണ്ട്. പിന്നെ ഈ മദ്ഹ് ഗാനം അല്ലാണ്ട് സിനിമ പാട്ട് അങ്ങനെ എന്തെങ്കിലും അറിയാം? സിനിമ പാട്ടെല്ലാം ഞാൻ സ്റ്റേജ് ഷോയിലെല്ലാം കുറെ പാട്ടുകൂടെ പാടുന്നുണ്ട്. അതിൻ്റെ ഒരു പാട്ട് പാടും. ഓക്കെ. അങ്ങ് വാനകോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങു പതുങ്ങിയല്ലോ താരക്കോളത്തുള്ളൊരാ ചെലക്കും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ ചിരിയോടെ മാറിൻ കൊഞ്ചിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ കളിയാടി ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. ഉഷാറായിട്ട് പാടിട്ടോ. ഇത് പാട്ടല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഞാൻ ഈ കവിത ഇപ്പൊ ചൊല്ലി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ല? ഓക്കെ, ഒന്ന് പാടിത്തരൂ. നമുക്ക് പാടാലോ. സന്നികൃഷ്ടാബ്ദിധൻ ഗംഭീര ശൈലിയും സഹ്യഗിരീതൻ അടിയുറപ്പും ഗോകർണക്ഷേത്രത്തിൻ നിർവൃതികൃത്വവും ശ്രീകന്യമാതിൻ പ്രസന്നതയും ഗംഗ പോലുള്ള പേരാറ്റിൻ വിശുദ്ധിയും
തെങ്ങിളം കായ്നീരിൻ മാധുര്യവും ചന്ദനയിലാലവങ്കാദി വസ്തുക്കൾ തൻ നന്ദിതഗ്രാണമാം തൂമണവും സംസ്കൃത ഭാഷതൻ സ്വാഭാവികൗജസ്സും സാക്ഷാൽ തമിഴിൻ്റെ സൗന്ദര്യവും ഒത്തുചേർന്നുള്ളൊരു ഭാഷയാണെൻ ഭാഷ. മത്താടിക്കൊൾക്ക് ഭീമാനമേ നീ മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിൽ മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷ കേവലം ധാത്രിവാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പറഞ്ഞു തരുമ്പോഴേ നമ്മൾക്ക് അമൃതായി തോന്നൂ. ഇപ്പോൾ ഈ അബാക്കസിൻ്റെ ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, ഇതിൽ നിനക്ക് ഏറ്റവും കൂടുതൽ ബാക്ക് സപ്പോർട്ട് തരുന്നത് ആരാ? ഉമ്മയാണ്. മഹഫിൽ സുൽത്താൻ്റെ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും അവൻ്റെ മാതാപിതാക്കളാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. മുജീബ്, മുഫീദ, കുഞ്ഞനിയൻ, സമാൻ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ അറാമസിൽ കൊറിയർ സർവീസിൽ. നിങ്ങൾ ഹൗസ് വൈഫാണ്. മകൻ്റെ എല്ലാ കഴിവുകളും അവന് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങളാണെന്നാണ് പറഞ്ഞത്. സോ ഇവൻ്റെ കഴിവുകൾ എങ്ങനെ നിങ്ങൾ കണ്ടെത്തിയത്? കഴിവുകൾ ഇവന് 4 വയസ്സ് മുതൽ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. പാടുന്നു. നിങ്ങളിൽ ആരൊക്കെ പാടും? നിങ്ങൾ പാടും? നീ പാടുവോ? എന്താ പാടാത്ത? അത്യാവശ്യം. പിന്നെ അബാക്കസിന് കുട്ടിയെ ചേർത്ത് വിട്ടത് നിങ്ങളാണെന്ന് പറഞ്ഞു. അതെങ്ങനെ അബാക്കസിനെ കുറിച്ച് അറിഞ്ഞതും അതിൽ ചേർത്ത് വിടാനുള്ള കാരണം? ഫ്രണ്ട് വഴിയാണ് ഇത് അറിയുന്നത്. ഇങ്ങനൊരു കോഴ്സ് ഉണ്ട് എന്നുള്ളത്. ജസ്റ്റ് ചേർക്കാമെന്ന് വിചാരിച്ചു. 7 വർഷമായി ഇപ്പം. കോഴ്സ് കംപ്ലീറ്റഡ് ആയി. അതിന്റെ പെർഫോമൻസ് കാണാനുണ്ട്. ഞങ്ങൾ നേരത്തെ ഒരു ടെസ്റ്റ് അടിച്ചു നോക്കിയായിരുന്നു. ഓക്കെ. അതുപോലെ ചെറുകുട്ടിക്ക് എത്ര വയസ്സായി? ഇപ്പൊ 4 വയസ്സ് കഴിഞ്ഞു. 4 വയസ്സ്. എന്താ എന്റെ പേര്? മുഫ്ലിഹ് സമാൻ. ആരാൾക്ക് പേരിട്ട? ഉമ്മ. വെരി നൈസ്. കുട്ടി പാട്ട് പാടുവോ? مشرقلو مغربلو نبي نفود دافي كل سماء മസിറിലെ പുണ്യ സഫാത്ത് നിന്റെ ഔസക നീ മയിലിൻ്റെ സുന്ദര നീമു ഇന്നത്തേമ്മ ചന്ദിര ഗേണിന് മോളാല മോളല് ആളുമേ രസോലുള്ള മനസ്സിലായില്ലെങ്കിലും നന്നായിട്ടുണ്ട്. നല്ല സൂപ്പർ ആയിട്ട് പാടി. നിങ്ങളൊരു പാട്ട് പാടി. നിങ്ങൾ പാടുന്നാണ് മുജിബ് പറഞ്ഞത്. സോ നിങ്ങളതൊരു പാട്ട് പ്രതീക്ഷിക്കുന്നു. മല്ലികை പൂവായി മാറിവിട ആസെ തെன்றலை കണ്ടു മാലയിട ആസെ മേഘങ്ങളെ എല്ലാം തൊട്ടുവിട ആസെ സോകങ്ങളെ എല്ലാം വിട്ടുവിട ആസെ കാർക്കുഴലിൽ ഉലഹേ കെട്ടിവിട ആസെ ചിന്ന ചിന്ന ആസെ സിരകടിക്കും ആസെ മുത്ത് മുത്ത് ആസെ മുടിந்து வைத்த ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வர ஆசை. തീർച്ചയായിട്ടും മഹഫിൽ സുൽത്താൻ്റെ വിജയങ്ങൾക്ക് പിന്നിൽ അവൻ്റെ ഫാമിലിയാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രോത്സാഹനങ്ങൾ വീണ്ടും മക്കൾക്ക് കൊടുത്ത് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എല്ലാവരും ഇവരെ പോലെ തന്നെ മക്കൾക്ക് തന്നെ അതിൻ്റേതായ രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്താൽ എല്ലാവരും വിജയികളാണ്. നമുക്ക് മറ്റൊരു സെഷനുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.